ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്താണ് ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പേഴ്സണൽ അഭിപ്രായം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടറിയാം, ഞാനൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. ഹിയർ കംസ് മൈ ബിഗ് ബോസ് റിവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇനി മുതൽ എല്ലാ ദിവസവും ഞാൻ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ രഞ്ജിനി, റിയാസ്, ഈ അഖിൽമാരാ എത്രയൊക്കെയാണെങ്കിലും അതിന് മുമ്പൊരു കാര്യം, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനോ അഭിപ്രായം കമൻറ്റ് കൂടെ രേഖപ്പെടുത്താനോ നിങ്ങൾ മറക്കണ്ട. ഓക്കെ, ഈ രഞ്ജിനി, അഖിൽമാര, റിയാസ് എന്ന് പറയുന്ന ഈ ഒരു കോംബോ വന്ന സമയത്ത് മൂന്നാളും അത്യാവശ്യം നല്ല രീതിയിൽ ചൊറിഞ്ഞാൽ തിരിച്ച് മാന്തുന്ന, വേണമെങ്കിൽ കയറി പൊട്ടിക്കുന്ന, വേണമെങ്കിൽ നാല് പറയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഫയർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തി പൊതുവേ ചില ഈ ഡിബേറ്റ് ഷോസ് കാണും. അപ്പോൾ ഡിബേറ്റ് ഷോസ് കാണുമ്പം നമ്മൾ അതിൽ ഡിബേറ്റിൽ സംസാരിക്കാൻ പ്രസൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മുഴുവൻ നമ്മൾ നോക്കും. അതിലൊരു ക്യാച്ചി പേഴ്സൺ, അത്യാവശ്യം നല്ലൊരു ക്യാച്ചി കോണ്ടൻറ്റ് ആ ഡിബേറ്റിൽ ഇട്ട് തരും എന്ന് തോന്നുന്ന വ്യക്തികളുണ്ടെങ്കിൽ എനിക്ക് ആ ഡിബേറ്റ് കാണാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ്. കാരണം ഇയാളുണ്ട്, ഒരു ഫയർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓഫ് കോഴ്സ് ഇവർ മൂന്നാളും ഈ ഒരു സ്പേസിലോട്ട് വരുന്ന സമയത്ത് ആസ് എ വ്യൂവർ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഫയറായിരിക്കും, കത്തിക്കും എന്നുള്ളതാണ്. എനിക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സീസൺ 8-ൻ്റെയാണ് ഇപ്പോൾ നടക്കുന്നത്. സീസൺ 7 വരെയുള്ള ബിഗ് ബോസ് പ്രോഗ്രാം ഞാനിവിടെ കാണലുണ്ട്. ഞാൻ ഒരിക്കലും വീട്ടിലിരുന്ന് ടി വിയിൽ കാണുമെന്ന് പറയുന്നത്, ഞാൻ ഒന്നെങ്കിൽ ഹോട്ട്സ്റ്റാറിലോ അല്ലെങ്കിൽ അതിൻ്റെ ചില ബൈറ്റ്സുകൾ ഉണ്ടാവില്ല നമ്മളുടെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന, അതൊക്കെ ഞാൻ കാണലുണ്ട്. എല്ലാ എപ്പിസോഡിലും എല്ലാ ഇയറിലും നടന്ന എല്ലാ കോൺട്രവേഴ്സിയും ഞാനിങ്ങനെ അരച്ച് കലച്ച് കുടിച്ചൊന്നും ഇരിക്കുന്നില്ല. എന്നാലും ഞാൻ 7 സീസണും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബിഗ് ബോസ് എന്ന് വെച്ചാൽ ഒരു 20 കണ്ടസ്റ്റൻറ്റ് കയറുന്നു, ലാലേട്ടൻ വരുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഗെയിം, ഷോയ്, ഫൈറ്റ്സ്, കോറൽസ്, കരച്ചിൽ, ലവ്, അങ്ങനത്തെ ഒരു സാധനം, ഒരു 90 days ഉള്ള. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ബിഗ് ബോസിൻ്റെതായ സോങ് ഒക്കെയാണ്. പക്ഷേ ഇപ്രാവശ്യം തുടങ്ങുന്നത് തന്നെ ഒരു അഗ്നി പരീക്ഷ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതിൽ കുറച്ച് കണ്ടസ്റ്റൻറ്റ് വരുന്നു, അതിൽ നിന്ന് കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. ഈ സെലക്ട് ചെയ്ത ആൾക്കാരായിരിക്കും ഉള്ളിൽ പോകുക, എന്നിട്ടാണ് ബിഗ് ബോസ് തുടങ്ങുക. അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ സാധനം ആയതുകൊണ്ട് തന്നെ ആ പുതുമയെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാനും, ഇനി അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിലോട്ട് കയറിയപ്പം നമ്മൾ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള സാധനങ്ങളൊന്നും കാണാത്തത് കൊണ്ടാണ് ഞാൻ ഒരു എപ്പിസോഡോട് കൂടി ഈ വർത്താനം അങ്ങ് നിർത്തിയത്. കൂടുതൽ എനിക്ക് അങ്ങോട്ട് മുമ്പോട്ട് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. വരുന്നു, ഗെയിം കളിക്കുന്നു, പോന്നു, അതിൻ്റെ ഇടയിൽ കുറച്ച് ചൊറിച്ചിൽ, കുറച്ച് മാന്തൽ, അങ്ങനെ ഒരു സാധനം. പക്ഷേ ഇന്നലത്തെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ്, ഞാൻ കറക്റ്റ് പറഞ്ഞാൽ ഇന്നലെ ടി വിയിൽ ടെലികാസ്റ്റ് ആയ എപ്പിസോഡ്, ലൈക്ക് മെഞ്ഞാന്ന് ഹോട്ട്സ്റ്റാറിൽ വന്ന എപ്പിസോഡ്, ഞാനിങ്ങനെ നൈറ്റ് കുറച്ച് ടൈമൊക്കെ കിട്ടിയ സമയത്ത് വളരെ ഫ്രീ ആയി റിലാക്സ് ആയി ഇരുന്നിട്ട് ഞാൻ ആ എപ്പിസോഡ് കണ്ടു. കാണുന്നതിന് മുമ്പ് ഞാൻ ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോസും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കണ്ടിരുന്നു, ഇവർ ഇറങ്ങിപ്പോകുന്നതൊക്കെ. അപ്പോൾ എന്താ ഇറങ്ങിപ്പോകുന്നത്, എന്താ ഇത്രമാത്രം വിഷയം, എന്താ അവിടെ നടന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് അതിരുന്ന് കണ്ടത്. ഞാൻ എപ്പിസോഡ് ഫുള്ള് കണ്ടത് എന്താണെന്ന് വെച്ചാൽ, പൊതുവേ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഈ മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞ് നടക്കുന്ന ഓരോ സാധനമുണ്ട്. ആരാണ് ഇതിൽ പാവക്ക, അല്ലെ ആരാണ് ഇതിൽ ലഡു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കളികളിലെ അവരുടെ ഇടയിൽ തന്നെ ഒന്ന് റോങ് പിടിപ്പിക്കുക. അപ്പോൾ അവരുടെ ഇടയിൽ എന്തൊക്കെ ഇപ്പോൾ കമ്പനി ഉള്ളവരെ തമ്മിലൊന്ന് കൊടുത്തുക, അല്ലെങ്കിൽ ഇപ്പോൾ ആരാണ് ഇതിലെ പരദൂഷണ റാണി, ആരാണ് ഇതിലെ കരച്ചിൽ റാണി എന്നൊക്കെ പറഞ്ഞ് കുറേ പട്ടമൊക്കെ ഉണ്ടായില്ല. കഴിഞ്ഞ അനുമോൾക്ക് കുറേ കിട്ടിയ പട്ടങ്ങൾ, ഇങ്ങനത്തെ കുറേ പട്ടങ്ങളൊക്കെ കാണിക്കുന്ന അതിൻ്റെ ഒരു വേറെ വേർഷൻ ഓഫ് ഗെയിം എന്ന് വെച്ചാൽ, ഒരു കത്തിയുടെ പടവും കൊടുക്കും, ഒരു ആപ്പിളിൻ്റെ പടവും കൊടുക്കും. വിശ്വസിക്കാൻ കൊള്ളൂലാത്തവന് കത്തി കൊടുക്കുക, വിശ്വസിക്കാൻ കൊള്ളുന്നവന് എന്ത് ചെയ്യുക, ആപ്പിൾ കൊടുക്കുക. ഇതാണ് അവരുടെ ആ ഒരു റൗണ്ട്. അങ്ങനെ ഈ കത്തിയും ആപ്പിളും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കത്തി ഈ സൈഡ്, ആപ്പിൾ ഈ സൈഡ്. അപ്പോൾ ഓരോരുത്തരും വരുന്നു, കത്തി കൊടുക്കേണ്ടവന് കത്തി കൊടുക്കുന്നു, ആപ്പിൾ എന്താണത് കത്തി കൊടുക്കേണ്ടവന് കത്തി കൊടുക്കുന്നു, ആപ്പിൾ കൊടുക്കുന്നവന് ആപ്പിൾ കൊടുക്കുന്നു. ഓരോരുത്തർ അവരുടെ പെർസ്പെക്റ്റീവ് പറയുന്നു, അവർക്ക് തോന്നിയത് പറയുന്നു. ഇടയ്ക്കൊക്കെ ഒന്ന് ജഡ്ജസ് ചൊറിയാൻ നോക്കുന്നുണ്ട്, അവരൊന്ന് ചൊറിഞ്ഞ് വരുമ്പോൾ ജഡ്ജസ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ആസ് യൂഷ്വൽ ബിഗ് ബോസ് ഹിൻഡ് പോകുന്നു. ഇത് കഴിഞ്ഞ് രണ്ടാമത് ഇവർക്കൊരു ടാസ്ക്കാണ്. ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 4 കളേഴ്സ് ഉണ്ടാവും. എല്ലാവരെയും ഇങ്ങനെ തിരിച്ച് നിർത്തി കഴിഞ്ഞതിന് ശേഷം അവരുടെ കണ്ണ് കെട്ടിയതിൻ്റെ ബാക്കിലായിട്ട് ഇവർക്ക് കളേഴ്സ് വെക്കും. അപ്പോൾ ഈ കളേഴ്സ് ഇവർ ഓരോരുത്തരോട് ചോദിച്ച് ഇവർ ഒന്നെങ്കിൽ ചോദിച്ച് അവർ മനസ്സിലാക്കി അവരോട് പോയി നിൽക്കുക, അല്ലെങ്കിൽ സ്വന്തമായി നിൽക്കുക, അല്ലെങ്കിൽ ടാസ്ക് തന്നെ പറയുന്നുണ്ട് വേണേൽ ഗ്രൂപ്പ് കളിക്കാം എന്നുള്ള രീതിയിലൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പം ഫസ്റ്റ് തൊട്ടിട്ട് ചിലർ ചോദിക്കുന്നുണ്ട്, ചിലർ പറയുന്നത് ശരിയാണ്. എനിക്ക് ഞെട്ടിയെന്താ, ലോലിറ്റ വെള്ളം കള്ളത്തി കേട്ടോ. ലോലിറ്റ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആ പെൺകുട്ടീൻ്റെ പേര് എനിക്കറിയില്ല. ഇന്നലെ കുറേ ഹെയർ ബ്രെയ്ഡ് ചെയ്തിട്ട് കുറച്ച് ഒരു എന്താ പറയുക, ഒരു ബാഡി എന്ന് വെച്ചാൽ ആ ബാഡല്ല കേട്ടോ, ബാഡി ലുക്കൊക്കെ ഉള്ളൊരു കുട്ടിയുണ്ട്, എനിക്ക് ആളുടെ പേര് എനിക്ക് കിട്ടുന്നില്ല.
ഇന്നലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ വിശ്വസിക്കാൻ കൊള്ളൂല പരദൂഷണം എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇത് കൊടുത്തത്. അവരാണ് കമ്പനി. എന്നിട്ടാണ് ലോലിട്ട അവളോട് തെറ്റിച്ച് പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ കോമഡി. അവൾ ഇനി ഇറങ്ങുമ്പോൾ ഈ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ എന്തൊക്കെയോ ഗെയിം കാര്യങ്ങൾ നടക്കുന്നു, നിൽക്കുന്നു, കുറേ പേര് പോകുന്നു, കുറേ പേര് വരുന്നു എന്ന് നമുക്ക് പറയാനില്ല. അതിൻ്റെ ഇടയിൽ ഷാമോനും ഷിജിനും എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ഗ്രൂപ്പ് കളിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഷാമോൻ പറഞ്ഞു, എടാ നീ സത്യം പറയണം, ഷിജിൻ പറഞ്ഞു സത്യം പറയും. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം പറയും, അവർ നിൽക്കും. അപ്പോൾ എല്ലാ റൗണ്ടിലും ഷാമോനും ഷിജിനും ഇങ്ങനെയാണ് പോകുന്നത്. അത് അതിൻ്റെ ഇടയിൽ വെച്ച് അഖിൽ മാരാർ ഒബ്സർവ് ചെയ്ത് അഖിൽ മാരാർ അത് ഓപ്പണായിട്ട് പറയുകയും ചെയ്തു. അഖിൽ മാരാർ അത് ഓപ്പണായി പറഞ്ഞിട്ടും ഈ ഷാമോനും ഷിജിനും ഈ ഗെയിം നിർത്താൻ റെഡി ആയില്ല. അവർ ആ ഗെയിം തന്നെ കളിക്കുന്നു. ലാസ്റ്റ് ഗെയിമിൻ്റെ എൻഡ് എത്തുന്ന സമയത്ത് ഇവർ രണ്ടുപേരും എത്തുന്നു. പൊതുവെ ഒരു ഗെയിമിൽ രണ്ടുപേര് വരുന്ന സമയത്ത് ചീട്ട് എടുത്തിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ജെനുവിനായി നിൽക്കാം, നമ്മൾ ലോയലായി നിൽക്കാം, ലാസ്റ്റ് ചീട്ടിൽ ആർക്കാണോ കിട്ടുന്നത് ലെറ്റ് ദം എന്നുള്ളൊരു മൂഡിലാണ് ഗെയിം ഫ്രണ്ടോട്ട് പോകുന്നത്. പക്ഷേ അവസാനം എത്തിയ സമയത്ത് ഇവർ ഗെയിം മാറ്റുന്നില്ല. സ്റ്റിൽ അവർ ലോയലായി നിൽക്കുകയാണ്. 3 തവണ ഈ ഗെയിം ഫ്രണ്ടോട്ട് പോകുന്നു. 3 തവണയും ഇവർ കംപ്ലീറ്റ്ലി ലോയലായി നിൽക്കുന്നു. ലാസ്റ്റ് ദേഷ്യം പിടിച്ചിട്ട് രഞ്ജിനി ഇറങ്ങിപ്പോന്നു, അഖിൽ മാരാർ ഇറങ്ങിപ്പോന്നു, റിയാസ് ഇറങ്ങിപ്പോന്നു. അവിടെ എപ്പിസോഡ് തീരുന്നു. ഇന്നത്തെ എപ്പിസോഡിന് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ടാവും, ഇരുന്ന് കാണണം. ഈ ഒരു സാധനം ഓഫ് കോഴ്സ് കുറച്ചെങ്കിലും അഗ്നിപരീക്ഷയുടെ ഒരു റേറ്റിംഗ് കയറ്റിയിട്ടുള്ള ഒരു ഷോയാണെന്ന് പറയും. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിം, ഒരു സ്പിരിറ്റ്, ഒരു ക്ലാഷ്, ഒരു ഫൈറ്റ്, ഒരു ഇറങ്ങിപ്പോക്ക് എന്ന് പറയുന്ന ഈ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ ഗെയിമിൽ അങ്ങ് കാണാൻ പറ്റി. ഇനി എനിക്ക് പറയാനുള്ള ഒരു സാധനം, ഈ ഗെയിമിൽ ട്രസ്റ്റ് വർത്തി ചെക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം ലോയലാണ് അല്ലെങ്കിൽ നമ്മൾ ലോയലാണ് എന്നുള്ളത് കാണിക്കാനായിരിക്കും ചിലപ്പോൾ ഇവർ രണ്ടുപേരും ഇത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതിനായിരിക്കും ഇവർ ഈ ഗ്രൂപ്പ് കളി കളിച്ചിട്ടുണ്ടാവുക. കളിച്ചോട്ടെ ടിൽ ദി എൻഡ് വരെ. അത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്, അവരുടെ ഒരു ഐഡിയ ആണ്. പക്ഷേ ലാസ്റ്റ് എത്തുന്ന സമയത്തെങ്കിലും ഇവർ മാറണം. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു ഫൈനലിലോട്ട് വരുന്ന സമയത്ത് ലാലേട്ടൻ ഒരിക്കലും 2 കൈ പിടിച്ച് പൊക്കില്ല. ലാലേട്ടൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 ആൾക്കാരുണ്ടാവും. അതിൽ നിന്ന് ഒരു കൈ മാത്രമേ ലാലേട്ടൻ എടുത്ത് പൊക്കൂ. അപ്പോൾ ഷിജിനും ഷാമോനും കൂടെ ഒരുമിച്ച് ജയിച്ച് ബിഗ് ബോസിൽ കയറാൻ പറ്റില്ല. അപ്പം ലോയലായി നിൽക്കുക, ഫ്രണ്ട്ഷിപ്പായി നിൽക്കുക. അറ്റ് ദ എൻഡ് ഓഫ് അവസാനത്തെ ഒരു സ്റ്റേജിൽ വരുമ്പം ഏതെങ്കിലും ഇനിയിപ്പോൾ ഷാമോന് ഷിജിനോട് കള്ളത്തരം പറയാൻ പറ്റുന്നില്ല, ഷിജിന് ഷാമോനോട് കള്ളത്തരം പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളത്തരം പറയണ്ട, നിനക്ക് എന്താ തോന്നുന്നത് നീ അവിടെ നിന്നോ, എനിക്ക് എന്താ തോന്നുന്നത് അവിടെ ഞാൻ നിന്നോളാം, അതാ നല്ലത് എന്ന് പറഞ്ഞിട്ട് അവരുടേതായ രീതിയിൽ ആ അവസാന റൗണ്ടിൽ എന്തെങ്കിലും ഒരു കളി കളിച്ചിരുന്നെങ്കിൽ അവരുടെ ആ ട്രസ്റ്റ് വർത്തി അവിടെ ബ്രേക്ക് ആവുകയുണ്ടായിരുന്നില്ല. നമ്മൾ ഈ ഗെയിമിൽ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട്, ഈവൻ കാണുന്ന വ്യക്തികളാണെങ്കിൽ ആരാണ് ദ ഫൈനൽ, ജഡ്ജസ് ആണെങ്കിലും ആരാ ദ ഫൈനൽ എന്ന് ഇരിക്കുന്ന ആ ഒരു ഗെയിമിന് ഒരു കൺക്ലൂഷൻ ഉണ്ടായേനെ. പക്ഷേ സ്റ്റേജിലും ഇവർ ഗ്രൂപ്പ് കളി കളിച്ചപ്പം ഡെഫിനറ്റ്ലി അത് ഇവർക്ക് ഡൈജസ്റ്റ് ആയില്ല, ഇവർ പ്രൊവോക്ഡായി. ഞാൻ അതിനൊരിക്കലും തെറ്റു പറയുന്നില്ല, ഒരിക്കലും തെറ്റു പറയുന്നില്ല. കാരണം ജഡ്ജസായി നമ്മൾ ഇരിക്കുമ്പം നമ്മൾ കൺമുന്നിൽ കാണുകയാണ് നമ്മൾ ഒരു കോമാളിയാക്കി കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ തുറന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം വന്നിട്ടും ഇവരത് മാറ്റുന്നില്ലെങ്കിൽ ലൈക്ക് ഒരു സാധനം. പിന്നെ ആ സമയത്ത് ഷാമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫേസിൽ ഒരു ആറ്റിറ്റ്യൂഡ് സാധനം വന്നു. അത് ഷാമോൻ ഒരിക്കലും ആറ്റിറ്റ്യൂഡ് ഇടണം എന്ന് കരുതി ആറ്റിറ്റ്യൂഡ് ഇട്ടതാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആളുടെ ഫേസിൽ എങ്ങനെയോ ആ ഒരു സാധനം വന്നു. അത് ഒരു ആറ്റിറ്റ്യൂഡ് ഫിഗർ ഷാമോൻ അങ്ങ് കൊടുക്കുകയും ചെയ്തു. അത് ഓപ്പോസിറ്റ് ഇരുന്ന് കാണുന്ന വ്യക്തികൾക്ക് ഡെഫിനറ്റ്ലി അതൊരു പ്രൊവോക്ഡായി അവരങ്ങ് ഇറങ്ങിപ്പോയി. ചിലപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ റേറ്റിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്ലാൻഡ് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇവരെ റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും. കാരണം ജഡ്ജസ് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ജഡ്ജസ് ഒരു ടീം, കണ്ടസ്റ്റൻ്റ് ഒരു ടീമാവും. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ രഞ്ജിനിയോട് ഹേറ്റുള്ള, റിയാസിന് ഹേറ്റുള്ള, അല്ലെങ്കിൽ അഖിൽ മാരാറിന് ഹേറ്റുള്ള ആൾക്കാരുടെ വോട്ട് മുഴുവൻ ഈ 2 വ്യക്തികൾക്കാണ് പോവുക. അപ്പോൾ ഇവർക്ക് പോകുന്ന വഴി ഇവർക്കൊരു TRP റേറ്റ് കൂട്ടാനുള്ള ഒരു കളി ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം രഞ്ജിനി, റിയാസ്, അഖിൽ മാരാർ 3 സ്ട്രോങ് ബോൾഡാണ്. അവരവിടെ നിന്ന് ഇറങ്ങി പോകാൻ മാത്രമുള്ള വിഷയങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇൻസ്റ്റന്റ് നിങ്ങൾ കളിക്കുന്ന ബാഡ് ഗെയിമാണ്, നിങ്ങൾ 2 പേരും എലിമിനേറ്റഡ്, അപ്പുറത്തും ഇപ്പുറത്തും പോയി ഇരിക്കുക എന്ന് പറഞ്ഞാൽ തീരും. പണ്ട് ഇൻഫിനിറ്റി മാല ഉണ്ടായിരുന്നവരെ കയ്യിൽ നിന്ന് ഇൻഫിനിറ്റി മാല തിരിച്ച് വാങ്ങിയ ഓരോ കളികളൊക്കെ ഉണ്ടായില്ല, അതുപോലെ കളിക്കാവുന്ന ഒരു സാധനം ഉണ്ടായിരുന്നുള്ളൂ സ്ട്രോങ് ആയിട്ട്. പക്ഷെ അതിന് പകരം ഇവരെന്തിനാണ് ഇറങ്ങിപ്പോയത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇൻസ്റ്റന്റ് ഇറങ്ങിപ്പോകുന്നതിന് പകരം സ്ട്രോങ് ആയി ബോൾഡായി അവിടെ ഒരു ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ ഒരു കയ്യടി കിട്ടിയേനെ. പക്ഷെ അതിന് പകരം മനസ്സിലായില്ല. മേ ബി അവർക്ക് അവരുടേതായ ഗെയിം ഉണ്ടാവും. ആൻഡ് ടു ഷാമോൻ ആൻഡ് ഷിജിൻ ഓർ ഷാമോൻ ഷിജിൻ ഫാൻസ് ഓർ ഷാമോൻ ഷിജിൻ്റെ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ, എടോ ഇത് ബിഗ് ബോസ് ഹൗസ് അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ബിഗ് ബോസ് ഹൗസ് അല്ല. ഇത് ഒരു മത്സരത്തിന് പങ്കെടുക്കാൻ വന്ന് നിൽക്കുന്ന 20 ആൾ. ഇതിൽ നിന്ന് 1-2 ആൾക്കാരെ ഇവർ ഉള്ളോട്ട് കയറ്റും. അപ്പോൾ ഈ 1-2 ആൾക്കാർ എന്ത് ചെയ്യണം, ആ 1-2 എത്താൻ
മത്സരിക്കണം. ഇവിടെ നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറി വേണമെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടായിക്കോളൂ. കാരണം എല്ലാ ബിഗ് ബോസ് സീസണിലും ഗ്രൂപ്പിസ് ഉണ്ട്. പക്ഷേ പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് ഗ്രൂപ്പിസത്തിൽ വിജയിച്ച കുറച്ച് കണ്ടസ്റ്റൻ്റേ ഉള്ളൂ. ഇപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് അന്ന് അത്ര അക്സെപ്റ്റൻസ് കിട്ടിയ എന്തുകൊണ്ടാണ്? അനുമോൾക്ക് അത്ര അക്സെപ്റ്റൻസ് കിട്ടിയ എന്തുകൊണ്ടാണ്? അനീഷിന് അത്രത്തോളം അക്സെപ്റ്റൻസ് കിട്ടിയ എന്തുകൊണ്ടാണ്? ഇതിന് മൂന്നിൻ്റെ ഒരു ബേസിക് റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഒറ്റക്കളി ഒറ്റയ്ക്കാക്കുക, ഇവർ ഈ കോർണർ ചെയ്യുക ഒക്കെ. ജാസ്മിൻ ജാഫറിന് ഇത്രത്തോളം അക്സെപ്റ്റൻസ് കിട്ടിയ എന്തുകൊണ്ടായിരുന്നു? അക്സെപ്റ്റൻസ് എന്ന് വെച്ചാൽ ഹെയ്റ്റ് അക്സെപ്റ്റൻസ് ആണ്. എന്നാലും എൻഡിലോട്ട് കുറച്ച് അക്സെപ്റ്റൻസോ കുറച്ച് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? ഈ ഒറ്റയ്ക്കാവുമ്പോഴാണ് ജനങ്ങളുടെ ഒരു പ്രൈമറി ഫോക്കസ് അല്ലെങ്കിൽ പ്രൈമറി സൈക്കോളജി പോകാം. ഞാൻ സമയം നോക്കട്ടെ, 7:45. അപ്പോൾ ഒറ്റയ്ക്കാവുക എന്നുള്ളത്, അപ്പം ഈ ഗ്രൂപ്പ് കളി കളിക്കാൻ ഇത് ബിഗ് ബോസ് ഹൗസ് അല്ല. ഇവിടെ ഈ അഗ്നി പരീക്ഷ നിങ്ങളിങ്ങനെ സെലക്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു പാനലാണ്. അവിടെ നിങ്ങൾ ഗ്രൂപ്പ് കളി കളിക്കരുത്, കളിച്ചോളൂ. ബട്ട് അറ്റ് ദി എൻഡ് എത്തുമ്പോഴെങ്കിലും നിങ്ങൾ ഈ കളി മാറ്റണം. അതിനുള്ള ഒരു ബുദ്ധി പോയില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഷിജിനെ ഷാമോൻ ഒരു ടൂളാക്കി യൂസ് ചെയ്ത് ലാസ്റ്റ് ഷിജിൻ പോയി ഷാമോൻ കയറാനൊക്കെ ഉള്ള ചാൻസസ് ആർ ഹയർ. അതുകൊണ്ട് ഒരിക്കലും ആ രീതിയിൽ കളിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത് ഈവൻ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനിടയിലും ഭയങ്കര ഒരു നെഗറ്റീവാണ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല. ദാറ്റ്സ് വാട്ട് ഗോണ ഹാപ്പൻ. അതിൻ്റെ ഇടയിൽ സോൺ ഒരു ഗെയിം കളിച്ചിരുന്നു, അതിന് മറ്റേ ആൾ നിന്നില്ല, ആളുടെ നെയിമും എനിക്ക് കിട്ടുന്നില്ല, ഞാൻ ഈ റെഗുലർ വ്യൂവർ അല്ലാത്തതുകൊണ്ട്. അയാൾ നിന്നിരുന്നെങ്കിൽ ഈ ഗെയിം വേറൊരു ട്വിസ്റ്റിലോട്ട് പോയേനെ. ആൾ പകരം സോണേനെ വിശ്വസിക്കാണ്ട് വേറെ രീതിയിലോട്ട് പോയതോടുകൂടി അത് അതിലും വലിയ മണ്ടത്തരം. കാരണം അങ്ങനെ ചെയ്യണമായിരുന്നു. ഇവർ ഗ്രൂപ്പ് കളിയാന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് കളി കളിക്കാം എന്നുള്ളൊരു സാധനം കളിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി കുറച്ച് ട്വിസ്റ്റ് അതിൽ വന്നേനെ, എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വന്നേനെ. അപ്പോൾ അതുകൊണ്ട് കണ്ടസ്റ്റൻ്റ് മനസ്സിലാക്കേണ്ട കാര്യം, ദിസ് ഈസ് നോട്ട് ബിഗ് ബോസ് ഹൗസ്. ഇവിടെ ഗ്രൂപ്പ് കളിക്കാനും ഗ്രൂപ്പിസം കളിക്കാനും ഗ്രൂപ്പ് പ്ലാനിങ് ചെയ്യാനും നിങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളിൽ ഏതെങ്കിലും കുറച്ച് ആൾക്കാരെ പോകും. നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഗെയിമിൻ്റെ അവസാന ഭാഗത്തിലെങ്കിലും കളിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് പറയണം തോന്നി. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Till then, it's bye-bye from Ami Unfiltered. Stay tuned, guys. Bye.